നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. രാവിലെ 10 മണി. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് UDF 98 സീറ്റിൽ മുന്നേറുന്നു. LDFിൻ്റെ ലീഡ് നില ഇപ്പോൾ നിലനിർത്താൻ കഴിയുന്നത് വെറും 37 മണ്ഡലങ്ങളിൽ. വളരെ ഭദ്രമായി 5 മണ്ഡലങ്ങളിൽ തങ്ങളുടെ ലീഡ് നില NDA ഭദ്രമായി സൂക്ഷിക്കുന്നു. 100-ലധികം സീറ്റുകളോടെ UDF ഭരണമുറപ്പിക്കും എന്ന് വ്യക്തമാക്കുന്ന ട്രെൻഡുകൾ പുറത്തുവരുന്നു. പല നിയോജക മണ്ഡലങ്ങളിലും 3ാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ UDF അജയ്യതയോടെ കുതിക്കുകയാണ്. വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുകളിൽ 5000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്ഥാനാർത്ഥികൾ അന്ന് വിജയിച്ചത്. എന്നാൽ ഇപ്പോൾ വ്യക്തമായ മേൽക്കൈയോടെ UDF പല മണ്ഡലങ്ങളിലും തങ്ങളുടെ ലീഡ് നില ഉയർത്തുന്ന കാഴ്ച കേരളത്തെ അത്ഭുതപ്പെടുത്തുന്നു. വലിയ UDF തരംഗമാണ് കേരളത്തിൽ ആഞ്ഞു വീശുന്നത്. UDF കൊടുങ്കാറ്റിൽ ഇടതു കോട്ടകൾ നിലംപൊത്തുന്നു. ഇതുവരെ LDF ഭദ്രമെന്ന് കരുതിയ തങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സീറ്റുകളൊക്കെ തകർന്നു വീഴുന്ന കാഴ്ച കണ്ണൂർ കോട്ടകൾ ഒന്നൊന്നായി നിലംപൊത്തുന്നു. എന്തിനേറെ 2ാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നോട്ട് പോകുന്ന കാഴ്ച. ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFിന് ചെറിയ ലീഡ് നിലയെങ്കിലും ഇപ്പോൾ സൂക്ഷിക്കാൻ കഴിയുന്നത്. മറ്റു മണ്ഡലങ്ങളൊക്കെ കൊടുങ്കാറ്റിൽ UDFിന് അനുകൂലമാകുന്നു. എന്നാൽ കേരളത്തിൽ പ്രകടമായ മറ്റൊരു സവിശേഷതയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷം നമ്മോട് പറയുന്നു. NDA വളരെ ഭദ്രമായി തങ്ങളുടെ കൈപ്പിടിയിൽ 5 സീറ്റുകൾ ഒതുക്കിയിരിക്കുന്ന കാഴ്ച. തുടക്കം മുതൽ അവർ തങ്ങളുടെ ലീഡ് നില ഭദ്രമായി സൂക്ഷിക്കുന്നു. 100 സീറ്റ് എന്ന VD സതീശൻ്റെ പ്രഖ്യാപനം വെറുതെയല്ല. കൃത്യതയോടെ UDF ഇപ്പോൾ കുതിക്കുന്നത് 100-ലേറെ സീറ്റുകളിൽ ഭൂരിപക്ഷവുമായി. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിണറായി വിജയൻ എന്ന ഒറ്റ ക്യാപ്റ്റനെ മുൻനിർത്തി മത്സരത്തിനിറങ്ങിയ LDFിന് എല്ലാ തലത്തിലും പിഴയ്ക്കുന്നു. അടപടലം പാളിയ LDF ക്യാമ്പിൽ ഇപ്പോൾ നിരാശ പടർന്നു. വലിയ നിലവിളികളാണ് AKG സെൻറ്ററിൽ ഉയരുന്നത്. പാർട്ടി ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടില്ല എന്ന് പാർട്ടി സഖാക്കൾ തിരിച്ചറിയുന്നു. പാർട്ടിയെ ജയിപ്പിക്കാൻ പിണറായി വിജയനെ തോൽപ്പിക്കുക എന്ന മുദ്രാവാക്യമാണ് ഇക്കുറി CPM പാർട്ടി സഖാക്കൾ മുന്നോട്ട് വച്ചത്. എന്നാൽ ഈ കൊടുങ്കാറ്റിൽ NDA BJP മുന്നണി 5 സീറ്റുകൾ കൈപ്പിടിയിൽ ഒതുക്കുന്നത് വരും നാളുകളിൽ കേരളത്തിൽ മറ്റൊരു ദിശാസൂചനയ്ക്ക് കാരണമാകുമോ? സതീശന് ഇത് പുഷ്കലകാലം, മന്ത്രിമാർക്ക് വനവാസം. അതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. വലിയ കുതിപ്പാണ് പല മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കുന്നത്. വനവാസത്തിനുള്ള മന്ത്രിമാർ ഒന്നൊന്നായി സ്റ്റേജുകളിലേക്ക് വന്ന് ബാഡ്ജ് നമ്പറുകൾ കാട്ടി മത്സരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇപ്പോൾ സംഘാടകർ ആവശ്യപ്പെടുന്നു. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ആ പാരഡി ഗാനം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നു. KPCC ആസ്ഥാനത്തിന് മുന്നിലെ പന്തലിൽ വലിയ വിജയാഹ്ലാദമാണ് മുഴങ്ങുന്നത്. സമാനതകളില്ലാത്ത വിജയത്തിലേക്ക് UDF കുതിക്കുന്ന അത്ഭുത കാഴ്ച. 4 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാക്കുമ്പോൾ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന് ലഭിച്ചത് 6972 വോട്ടുകളുടെ ഭൂരിപക്ഷം. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 5500-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ തന്നെ 1826 വോട്ടുകൾക്കാണ് ഷാനിമോൾ ഈ സമയം ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരമാണ് ഇടതുപക്ഷത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ മിക്ക സീറ്റുകളും പിടിച്ച് LDFിന് ഇപ്പോൾ ചുവട് പിഴച്ചു. ഇപ്പോഴിതാ 7ഇടത്ത് UDF, LDFിന് 5ഇടത്ത് മാത്രമാണ് തിരുവനന്തപുരത്ത് ലീഡ് നില ഉയർത്താൻ കഴിയുന്നത്. എന്നാൽ 11 സീറ്റുള്ള കണ്ണൂർ ജില്ലയിൽ 7 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് നില ഭദ്രമായി സൂക്ഷിക്കാൻ LDFിന് കഴിയുന്നുണ്ട്. KB ഗണേഷ് കുമാർ, GR അനിൽ എന്നിവരടക്കം പിന്നിൽ നിൽക്കുന്ന കാഴ്ച. കടകംപള്ളി സുരേന്ദ്രൻ തുടക്കത്തിൽ കഴക്കൂട്ടത്ത് പിന്നിൽ പോയി എങ്കിലും പിന്നീട് ലീഡ് നില അല്പം ഉയർത്തി. വട്ടിയൂർക്കാവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നേരിയ ലീഡ് നില തുടക്കം മുതൽ സൂക്ഷിക്കാൻ K മുരളീധരന് കഴിയുന്നു. V ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖറിന് പിന്നിലാണ് തുടക്കം മുതൽ. ധർമ്മടത്ത് പോലും പിണറായി വിജയൻ പിന്നിൽ. KK ശൈലജ പക്ഷെ പേരാവൂരിൽ പലപ്പോഴും നേരിയ ലീഡ് ഉയർത്തുന്ന കാഴ്ച. ഇടതുപക്ഷം തങ്ങളുടെ കയ്യിൽ ഭദ്രമെന്ന് കരുതി TP രാമകൃഷ്ണനെ ഏൽപ്പിച്ച പേരാമ്പ്ര സീറ്റിൽ അവർ പിന്നോട്ടു പോയി ആദ്യ റൗണ്ട് മുതൽ. എന്നാൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ഭദ്രമാണ്. രാവിലെ 10 മണിക്ക് PK കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് നില 5200-ലധികം. KM ഷാജിയുടേത് 2970-ലധികം.
ഇടതുപക്ഷത്തിന്റെ മന്ത്രി വി അബ്ദുറഹ്മാൻ തോൽക്കുന്ന കാഴ്ച തുടക്കം മുതൽ KT ജലീലും പിന്നിലാണ്. പാലക്കാട് തങ്ങൾ കൈപ്പിടിയിലൊതുക്കും എന്ന BJPയുടെ പ്രഖ്യാപനം വെറുതെയാവുന്നില്ല എന്നതാണ് ശോഭാ സുരേന്ദ്രന്റെ ലീഡ് നില പരിശോധിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇരിങ്ങാലക്കുടയിൽ ബിന്ദു പരാജയപ്പെടും എന്ന ഭീതി തുടക്കം മുതൽ LDF ക്യാമ്പിൽ. തുടക്കത്തിൽ പിന്നോട്ട് പോയി എങ്കിലും P രാജീവ് പിന്നീട് കളമശ്ശേരിയിൽ അല്പം ലീഡ് ഉയർത്തി. VD സതീശൻ ലീഡ് ഭദ്രമായി ഉയർത്തി എങ്കിലും ഇടയ്ക്കൊന്ന് ആളുകളെ പരിഭ്രമിപ്പിച്ചു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തുടക്കം മുതൽ പിന്നിലാണ്. ഏറ്റുമാനൂരിൽ VN വാസവൻ വലിയ വോട്ടുകൾക്ക് ഇപ്പോൾ നാട്ടകം സുരേഷിന് പിന്നിലാണ്. 3 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 4000-ലധികം വോട്ടുകൾ VN വാസവൻ പിന്നിൽ. PC ജോർജിനും ഒട്ടും ഭദ്രമല്ല പൂഞ്ഞാർ എന്ന പ്രതീതി ഉണർത്തുന്നതാണ് ആദ്യ ഫലസൂചനകൾ. എന്നാൽ അമ്പലപ്പുഴയിൽ G സുധാകരന് ആദ്യഘട്ടത്തിൽ ലീഡ് ഉയർത്താൻ കഴിഞ്ഞുവെങ്കിലും പിന്നീട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ദൃശ്യമാകുന്നത്. ഹരിപ്പാട് തന്റെ കയ്യിൽ ഭദ്രമെന്ന് രമേശ് ചെന്നിത്തല ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. ചെങ്ങന്നൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. എന്നാൽ ആറന്മുള വീണ ജോർജിനെ കൈവിട്ടു. ഏത് കൊടുങ്കാറ്റിലും ഇളകാതെ നിൽക്കുന്ന ഒരു മണ്ഡലമായി കൊട്ടാരക്കര മണ്ഡലം ഇപ്പോൾ KN ബാലഗോപാലിനെ കാത്തു സൂക്ഷിക്കുന്നു. പത്തനാപുരത്ത് ഗണേഷ് കുമാർ തുടക്കം മുതൽ പിന്നിൽ. പോസ്റ്റൽ ബാലറ്റിൽ ഇഞ്ചോടിഞ്ചായിരുന്നു UDFും LDFും തമ്മിലുള്ള മത്സരഗതി. എന്നാൽ പിന്നീട് EVM എണ്ണിത്തുടങ്ങിയപ്പോൾ അടിമുടി മാറി. പിന്നീട് കേരളം കണ്ടത് വലിയ UDF കൊടുങ്കാറ്റാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ വിധി നിർണയം എത്തും എന്നുറപ്പിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഇപ്പോഴത്തെ ലീഡ് നില പരിശോധിക്കുമ്പോൾ UDFിന് അനുകൂലമായി 98 സീറ്റുകൾ. അതിൽ കോൺഗ്രസിന് 55, മുസ്ലിം ലീഗിന് 19, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 6, RSPക്ക് 3, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് 1, CMPക്ക് 1, RMPക്ക് 1, KDPക്ക് 1. എന്നാൽ LDFിൻ്റെ കണക്കിങ്ങനെ: CPM 28, CPI 12, കേരള കോൺഗ്രസ് മാണി വിഭാഗം 3, ISJD 1, RJD 1. വലിയ കൊടുങ്കാറ്റാണ് കേരളത്തിൽ ആഞ്ഞു വീശുന്നത്. LDF കോട്ടകൾ ഒന്നൊന്നായി നിലം പൊത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.